RSSന്റെ പ്രവർത്തനം തടയാൻ കർണാടക സർക്കാർ ഭൂമിയിലും സ്ഥാപനങ്ങളിലും ശാഖ നിരോധിക്കാൻ നീക്കം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മറ്റ് സംസ്ഥാനങ്ങളിൽ RSS ശാഖകൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിശോധിക്കാൻ നിർദ്ദേശം. മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ നിരന്തരം RSSനെ നിരോധിക്കണം, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ RSSനെ നിരോധിക്കും എന്ന് അടിക്കടി പ്രസ്താവനകൾ നടത്തുന്ന ആളാണ്. അപ്പോൾ അയാളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം സർക്കാർ പരിശോധിക്കുന്നത്. വിവരങ്ങൾ. കർണാടകയിൽ 2 അധികാര കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, 2 ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അതിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ മകനായിട്ട് പോലും അവിടെ ഒരു തരത്തിലുള്ള പ്രാധാന്യവും പാർട്ടിയിലോ പൊതുസമൂഹത്തിലോ കിട്ടാത്തതിന്റെ വലിയ ബുദ്ധിമുട്ട് ഈ മല്ലികാർജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക് ഖർഗെ അനുഭവിക്കുന്നുണ്ട്. ചിദംബരത്തിന്റെയും കാർത്തി ചിദംബരത്തിന്റെയും അവസ്ഥ പറഞ്ഞതുപോലെയാണ് ഈ മല്ലികാർജുൻ ഖർഗെയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക് ഖർഗെയുടെയും അവസ്ഥ. കർണാടകത്തിൽ യാതൊരു വിലയുമില്ലാത്ത 2 ആളുകളാണ്. കാർത്തി ചിദംബരവും P ചിദംബരവും തമിഴ്നാട്ടിൽ എങ്ങനെയാണോ വിലയില്ലാത്തവരായി ഉള്ളത്, അതേ അവസ്ഥ തന്നെയാണ് മല്ലികാർജുൻ ഖർഗെക്കും പ്രിയങ്ക് ഖർഗെക്കും കർണാടകയിൽ ഉള്ളത്. ഈ അവസ്ഥയിൽ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് പ്രിയങ്ക് ഖർഗെ നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇയാൾ ഒരു കത്ത് കഴിഞ്ഞ ദിവസം നൽകുന്നു. ഈ RSSുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ സ്ഥലങ്ങളിൽ നിരോധിക്കണം എന്ന്. അത് തുടർച്ചയായി RSSനെതിരെ ഇയാൾ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇയാളുടെ കത്ത് പോയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഭൂമിയിലും സ്ഥാപനങ്ങളിലും RSS ശാഖ നിരോധിക്കാൻ ഒരു നീക്കം നടത്തുകയാണ് കർണാടക മുഖ്യമന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് തമിഴ്നാട്ടിലൊക്കെ RSS ശാഖകൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിശോധിക്കാൻ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് സിദ്ധരാമയ്യ. മല്ലികാർജുൻ ഖർഗെയുടെ മകൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ RSS ശാഖ നിരോധിക്കാനാണ് നീക്കം നടക്കുന്നത്. കർണാടക രാഷ്ട്രീയത്തിൽ നിലവിൽ ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ നവംബറിൽ സിദ്ധരാമയ്യ മാറി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇതിനിടയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്ന് ഇതിനെല്ലാം മറികടക്കാനുള്ള ശ്രമം സിദ്ധരാമയ്യ നടത്തുന്നത്. വീണ് കിട്ടിയ അവസരം സിദ്ധരാമയ്യയും മുതലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ അങ്ങേയറ്റമാണ് കർണാടകയിൽ കാണുന്നത്. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.